ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ മൂന്നാം അധ്യായമെന്ന ആ സത്യദർശനത്തിലെ 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ശ്ലോകം: സങ്കൽപ്പകൽപ്പിതം ദൃശ്യം സങ്കൽപ്പോ യത്ര വിദ്യതേ ദൃശ്യം തത്ര ച നാന്യത്ര കുത്രചിത് രജ്ജുസർപ്പവത്. ഒന്നുകൂടി: സങ്കൽപ്പകൽപ്പിതം ദൃശ്യം സങ്കൽപ്പോ യത്ര വിദ്യതേ ദൃശ്യം തത്ര ച നാന്യത്ര കുത്രചിത് രജ്ജുസർപ്പവത്. അന്വയം: ദൃശ്യം സങ്കൽപ്പകൽപ്പിതം, യത്ര സങ്കൽപ്പ വിദ്യതേ തത്ര ദൃശ്യം വിദ്യതേ, ദൃശ്യം അന്യത്ര ന വിദ്യതേ കുത്രചിത് രജ്ജു സർപ്പവത്. അർത്ഥം: ദൃശ്യം അഥവാ കാഴ്ച മനസ്സിൻ്റെ സങ്കല്പത്താൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. എവിടെ സങ്കല്പമുണ്ടോ അവിടെ കാഴ്ചയും ഉണ്ടാകും. സങ്കല്പം ഇല്ലാത്ത അവസ്ഥയിൽ ഒരു കാഴ്ചയും ഉണ്ടാവുകയും ഇല്ല. ഇത് കയറിനെ സർപ്പാകൃതിയിൽ കാണുന്നതിന് തുല്യമാണ്. ഈ ശ്ലോകത്തിൽ ഗുരുദേവൻ നാം ഈ കാണുന്ന സർവ്വതും നമ്മുടെ മനസ്സിൽ ഉണ്ടായ സങ്കല്പത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുന്നു. കയറിനെ അത് ഒരു പാമ്പാണ് എന്ന സങ്കല്പത്തോടു കൂടി നോക്കിയപ്പോൾ ആ കയർ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ കാണപ്പെട്ടതുപോലെ നമ്മുടെ മനസ്സിലുണ്ടായ പ്രപഞ്ചസങ്കല്പമാണ് നമുക്ക് പ്രപഞ്ചക്കാഴ്ച ഉണ്ടാക്കിത്തരുന്നത് എന്നാണ് പറയുന്നത്. സങ്കല്പം ഉണ്ടെങ്കിലേ ദൃശ്യം ഉണ്ടാവുകയുള്ളൂ. സങ്കല്പം ഉണ്ടെങ്കിൽ ദൃശ്യവും ഉണ്ട്. നാം എന്ത് രൂപത്തെയാണോ സങ്കല്പിക്കുന്നത് ആ രൂപമാണ് നമുക്ക് ദൃശ്യമാകുന്നത്. ഇരുട്ടിൽ പിശാച് ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നവൻ ഇരുട്ടിൽ പിശാചിനെ കാണുന്നു. കയറിനെ പാമ്പാണെന്ന് സങ്കല്പിക്കുന്നവൻ കയറിനെ പാമ്പിൻ്റെ രൂപത്തിൽ കാണുന്നു. എല്ലാ സങ്കല്പങ്ങൾക്കും സങ്കല്പിതമായ രൂപങ്ങളുമുണ്ട്. ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ ഉറങ്ങുകയും മനസ്സ് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് നാം സ്വപ്നം കാണുന്നത്. അതായത് മനസ്സിൻ്റെ സങ്കല്പങ്ങളെ ഇന്ദ്രിയങ്ങളിലൂടെ പുറത്ത് പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് മനസ്സിലുണ്ടായ സങ്കല്പ ദൃശ്യങ്ങളെ മനസ്സിൽ തന്നെ പ്രകാശിപ്പിച്ച് കണ്ട് ആസ്വദിക്കുന്നു. അതാണ് സ്വപ്നം. സങ്കല്പം ഉണ്ടെങ്കിൽ ദൃശ്യവും ഉണ്ട് എന്നതിന് ഇത് തന്നെ ഒരു ഉദാഹരണമാണ്. മനസ്സ് ഉണർന്നിരിക്കുന്നത് ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലുമാണ്. ഈ രണ്ടവസ്ഥയിലും സങ്കല്പങ്ങളുണ്ട്. അതോടൊപ്പം സങ്കല്പകൽപ്പിതമായ ദൃശ്യങ്ങളുമുണ്ട്. ഉണർന്നിരിക്കുമ്പോൾ പ്രപഞ്ചസങ്കല്പത്താൽ പ്രപഞ്ചദൃശ്യവും സ്വപ്നത്തിൽ സ്വപ്നസങ്കല്പത്താൽ സ്വപ്നദൃശ്യവും എല്ലാവരും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സുഷുപ്തിയിൽ ഒരു ദൃശ്യവും ഉണ്ടാകുന്നില്ല. കാരണം അപ്പോൾ മനസ്സും ഇല്ല, സങ്കല്പവും ഇല്ല. അതാണ് സങ്കല്പം ഇല്ലെങ്കിൽ ദൃശ്യവും ഇല്ല എന്ന് പറഞ്ഞത്. ദൃശ്യങ്ങളെല്ലാം മനസ്സിൽ ഉണ്ടായ സങ്കല്പങ്ങളാൽ നിർമ്മിതമാണ് എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബോധ്യമായി കാണുമല്ലോ. നിദ്രയിലുണ്ടാകുന്ന സ്വപ്നക്കാഴ്ചയും ഉണർവിലുണ്ടാകുന്ന ഈ പ്രപഞ്ചക്കാഴ്ചകളും സർവ്വതും സങ്കല്പകൽപ്പിതം തന്നെ. സങ്കല്പങ്ങൾ എന്നത് മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ്. അതെല്ലാം യഥാർത്ഥ വസ്തുവല്ല, സത്യമായും ഉള്ളതല്ല. അതിനാൽ
അങ്ങനെയുള്ള സങ്കല്പങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ജഗത്ത് എങ്ങനെ സത്യത്തിൽ ഉള്ളതാകും? അതുകൊണ്ടാണ് ജഗന്മിഥ്യ, ഈ ലോകം ഇല്ലാത്തതാണ് എന്ന് പറയുന്നത്. എൻ്റെ ഈ ലോകം ഉള്ളതാണെങ്കിൽ എന്നിലുണ്ടായ സങ്കല്പത്താൽ ഞാൻ സൃഷ്ടിച്ചതാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഈ ജഗത്ത് ഇപ്പോൾ എനിക്ക് ദുഃഖകാരണമായി തീർന്നിരിക്കുന്നു. ഞാൻ ഇതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ മായാബന്ധത്തിൽ നിന്ന് എങ്ങനെ മുക്തനാകും? എന്നെ ബന്ധിച്ചിരിക്കുന്നത് മായാനിർമ്മിതമായ പ്രകൃതിയാണ്. പ്രകൃതിയുടെ ഭോക്തൃരൂപമായ പരപ്രകൃതിയിൽ നിന്നും ജനിച്ച അഹങ്കാരം, ബുദ്ധി, മനസ്സ് എന്നിവയും പ്രകൃതിയുടെ ഭോഗ്യരൂപമായ അപരപ്രകൃതിയിൽ നിന്നും ജനിച്ച ഈ ജഗത്തുമാണ് എന്നെ പരാധീനനാക്കി ഈ ജഗത്തിൽ ബദ്ധനാക്കി ഇട്ടിരിക്കുന്നത്. പരപ്രകൃതിയുടെ സൃഷ്ടിയായ മനസ്സിൽ നിന്നാണ് അപരപ്രകൃതിയും അതിൻ്റെ സൃഷ്ടിയായ ജഗത്തും വന്നിട്ടുള്ളത്. ഇവ മനസ്സിൽ ഉണ്ടായ സങ്കല്പ സൃഷ്ടിയാണ് എന്ന് മുൻപ് പറയപ്പെട്ടതുമാണ്. ആത്മാവായ ഞാൻ പ്രകൃതിയിൽ പ്രവേശിച്ച് മനസ്സിൻ്റെ തലത്തിൽ ഇരുന്നു കൊണ്ട് മനസ്സിൻ്റെ സങ്കല്പത്തെ എൻ്റെ സങ്കല്പമായി കരുതി സങ്കല്പകൽപ്പിതമായ പ്രപഞ്ചത്തെ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ അറിഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതെല്ലാം സത്യമാണെന്ന് തോന്നുന്നതും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതും. പ്രകൃതിയടക്കം ഇതെല്ലാം മായയാണെന്നും ഞാൻ ദേഹാദികളോ അതിൽ അടങ്ങുന്ന മനോബുദ്ധ്യഹങ്കാരങ്ങളോ അല്ല, പരബ്രഹ്മസ്വരൂപമായ ആത്മാവാണ് ഞാൻ എന്ന അറിവിലൂടെ മാത്രമേ എനിക്ക് പ്രകൃതിയിൽ നിന്ന് മുക്തനായി ആത്മസാക്ഷാത്കാരം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.